സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് റിലീസായ എക്കോ എന്ന മലയാള സിനിമ ഞാൻ കണ്ടിരുന്നു. നമ്മുടെ രാജുവേട്ടൻ്റെ സിനിമയെ പോലും ഗണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ആദ്യം കാണാൻ ഉണ്ടായ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ ടീം വീണ്ടും റീയൂണൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വളരെ ഹൈ ആയിരുന്നു ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ. ഇതൊരു മിസ്റ്ററി ത്രില്ലർ തന്നെയാണ്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ആര് എന്തിന് എന്നുള്ളതിനേക്കാളും വേറെ ചില ചോദ്യങ്ങളാണ് ഈ ഒരു സിനിമയുടെ ത്രൂ ഔട്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് അവർ ഇട്ട് തരുന്നത്. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ എക്കോ ദി ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നുള്ളൊരു ടാഗ് ലൈൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് കുര്യച്ചൻ, ആ ഒരു കുര്യച്ചൻ്റെ കഥാപാത്രം എന്താണ്, ഈ സിനിമയ്ക്ക് എന്താണ് പ്രത്യേകത, ആ ഒരു കഥാപാത്രത്തുമായി മറ്റുള്ളവർ എങ്ങനെ ചുറ്റിപ്പെട്ട് കിടക്കുന്നു, മറ്റുള്ളവരും ഇയാളും തമ്മിലുള്ള റിലേഷൻ എന്താണ്, എന്തിനാണ് അവർ അന്വേഷിക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളോടാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ആദ്യ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ ഒരു സിനിമ ആദ്യ പകുതി പോകുന്നുണ്ട്. ഇനി രണ്ടാം പകുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ ചെറിയ രീതിയിലൊരു ഗ്രാഫ് താഴ്ന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എൻ്റെ മാത്രം തോന്നലായിരിക്കാം, പക്ഷേ ഓവറോൾ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ നിന്ന് കിട്ടിയത്. എടുത്തു പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് പോർഷനോട് അടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ഹൈ മൊമെൻറ്റ് തരാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി എല്ലാവരുടെ പ്രകടനം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് സന്ദീപ് പ്രദീപ് ഇതിനകത്ത് ത്രൂ ഔട്ട് ഈ ഒരു കഥ വന്നു പോകുന്നുണ്ട്. സൗരവ് സച്ദേവ എന്നുള്ളൊരു കഥാപാത്രമാണ് ഒരു ടൈറ്റിൽ റോളിൽ വരുന്നത്. അദ്ദേഹത്തിന് അധികം സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തിന് വരുന്നില്ല എന്നതിന് കൂടെ അദ്ദേഹത്തിന് നമ്മൾ ധാരാളം ഹിന്ദി സിനിമകളിലും പുഷ്പ 2-ലടക്കം അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ വിനീത്, നരേൻ, പിന്നെ ബിരു പപ്പു, ഇങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും എന്തുകൊണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം എന്താണ്, അങ്ങനെയുള്ളൊരു ചോദ്യങ്ങളാണ് ഈ ഒരു സിനിമയിലുടനീളം പോകുന്നത്. പിന്നെ പ്രകടനങ്ങൾ എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിദേശികളായിട്ടുള്ള രണ്ട് പേര്, അതായത് ഒരേ കഥാപാത്രത്തിൻ്റെ രണ്ട് കാലഘട്ടം കാണിക്കുന്ന ഒരു രണ്ട് പേര് അത് ചെയ്തിട്ടുണ്ട്. അവർ എക്സാക്ട്ലി മലേഷ്യക്കാരാണോ എന്നെനിക്കറിയില്ല. കാരണം സിനിമയുടെ കഥയുടെ ചെറിയൊരു ഭാഗം നടക്കുന്നത് മലേഷ്യയിലുള്ള കഥാപാത്രങ്ങളായിട്ടാണ് അവർ വരുന്നത്. ഒരു സൗത്ത് ഈസ്റ്റേൺ ലുക്ക് ഒരു ഏതോ രാജ്യങ്ങളിലുള്ളവരാണ്, എനിക്കറിയില്ല. അവർ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥാപശ്ചാത്തലം നടക്കുന്നത് മുഴുവൻ കേരള കർണാടക അതിർത്തിയിലുള്ള മലയോര പ്രദേശത്താണ്. ത്രൂ ഔട്ട് പച്ചപ്പിൻ്റെ ഒരു അയ്യര് കളിയാണ് ഒരു സിനിമ. കൂടാതെ തന്നെ കാടിനകത്തുള്ള കുറേ രംഗങ്ങളുണ്ട്. മലേഷ്യയിലും ഷൂട്ട് ചെയ്തത് പോലും ഓഫ് ബീറ്റ് ലൊക്കേഷനായിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ കഥ നടക്കുന്നത് തന്നെ 90-കളാണ്. അപ്പോൾ പിന്നെ ഫ്ലാഷ് ബാക്കിൽ വരുന്നത് മലേഷ്യയിൽ അവിടുത്തെ വാറ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പരാമർശിച്ച് പോകുന്നുണ്ട്. സിനിമയിൽ നായ്ക്കൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ആകെ മൊത്തം എന്താ പറയുക, ഒരു മിസ്റ്ററി. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോയി സെക്കൻഡ് ഹാഫിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ റിവീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില റിവീലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന അങ്ങനെയൊന്നും തോന്നിയില്ല. എന്നിരുന്നാലും ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് എക്കോ.